ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കൊലപാതകി ഗുരുവിനെ കാണാനെത്തി. പെട്ടെന്നുണ്ടായ ദേഷ്യത്താൽ ചെയ്തു പോയതാണെന്ന് അയാൾ ഗുരുവിനോട് പറഞ്ഞു. ആത്മനിയന്ത്രണത്തിന് എല്ലാ ലൗകിക സുഖങ്ങളെയും ഉപേക്ഷിക്കണമെന്ന ഗുരുവിൻ്റെ ഉപദേശം കേട്ട് അദ്ദേഹത്തിനോടൊപ്പം കൂടി. കുറച്ച് നാളുകൾക്ക് ശേഷം അയാൾ സന്യാസിയായി. ഒരിക്കൽ പഴയൊരു അയൽക്കാരൻ സന്യാസിയെ കാണാനെത്തി. ഒന്ന് പരീക്ഷിക്കാൻ ഉറച്ച് അയൽക്കാരൻ ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? സകല നിയന്ത്രണവും വിട്ട സന്യാസി പറഞ്ഞു, ലോകം മുഴുവൻ അറിയുന്ന എൻ്റെ പേര് നിനക്കറിയില്ലേ? ഒരു കൊലപാതകം പോലും ചെയ്ത ആളാണ് ഞാൻ, മറക്കണ്ട. അടിച്ചമർത്തുന്നതൊന്നും ശാശ്വതമായി നീക്കം ചെയ്യപ്പെടുന്നതല്ല, താൽക്കാലികമായി അദൃശ്യമാകുന്നതാണ്. ഒളി സങ്കേതങ്ങൾ പര്യാപ്തമാകാതെ വരുമ്പോൾ അവ തനിയെ പുറത്തു വരും. സുഹൃതങ്ങളും സത്കർമ്മങ്ങളും അടിച്ചേൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അകത്തുള്ളതെല്ലാം ഒരിക്കൽ സ്വയം പൊട്ടിത്തെറിച്ച് പുറത്തു വരും. പരപ്രേരണയല്ല, ഉൾപ്രേരണയും ഉണർവുമാണ് പ്രധാനം. എന്തെങ്കിലും നേട്ടം കൈവരിക്കാനോ ആരെങ്കിലും ആയിത്തീരുന്നതിനോ വേണ്ടി അപ്രാപ്യവും അനുചിതവുമായ വേഷങ്ങൾ അണിയുന്നവർക്ക് സ്വന്തം പിഴവുകളിലൂടെ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. കുടിലിതകളുടെ രാജാക്കന്മാർ പേരുദോഷം മാറ്റാനായി ഒരു രാത്രി കൊണ്ട് വേഷപ്രച്ഛന്നരായാലും അരികിലുള്ളവർ അത് കണ്ടുപിടിക്കും. ആളുകൾ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് ഉടയാടകളെയല്ല, അത് ഉടുത്തവരെയാണ്. മാറ്റം സാധ്യമാണ്, ആർക്കും ഏത് നിമിഷവും മാറാം. പക്ഷെ പൂർണ്ണമാകണമെങ്കിൽ ആവശ്യമായ സമയം അനുവദിച്ചേ മതിയാവൂ. ഓരോ മാറ്റത്തിനും അതിന് അനുബന്ധമായ ചിന്തകളും ശീലങ്ങളും കൂടി രൂപപ്പെടുത്തണം. രാജാവായാലും യാചകനായാലും ആദ്യം ശീലിക്കേണ്ടത് സംയമനമാണ്.